തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന ആരോപണം. പ്രസവത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായെന്നാണ് നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയുടെ പരാതി. പ്രസവത്തിന് പിന്നാലെ തുന്നിക്കെട്ടിയത് ശരിയായ രീതിയിലല്ല എന്നതാണ് പരാതിയുടെ ഉള്ളടക്കം. ഇത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായിട്ടുള്ള ഹസ്ന ഫാത്തിമ. 5 മാസങ്ങൾക്ക് മുമ്പാണ് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഹസ്നയുടെ പ്രസവം നടന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ പരാതി. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കാനെത്തിയതാണ് ഈ കുടുംബം. എന്താണ് ജൂൺ മാസം 19-ാം തീയതി തന്നെ പ്രസവത്തിന് വേണ്ടി 18-ാം തീയതി പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റായി. 19-ാം തീയതിയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രസവത്തിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി മോൻ ഇറങ്ങി വരാൻ വേണ്ടി അവർ കീറിയപ്പോഴത്തേക്ക് അത് ഒരുപാട് താഴ്ചയിലായിപ്പോയി. പക്ഷേ ഈ കാര്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞതുമില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇരിക്കാനായാലും കിടക്കാനായാലും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. മോന് പാലോടും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ ഒരു മുറിവോട് കൂടി തന്നെയാണ് നമ്മൾ ഡോക്ടർ വീട്ടിൽ വിട്ടതും. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തീരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മലവും മൂത്രവും ഒരു സൈഡിൽ കൂടെ തന്നെ വരികയും ആ ഒരു ബുദ്ധിമുട്ടോട് കൂടിയാണ് നമ്മൾ രണ്ടാമത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിട്ടും അവർ പറഞ്ഞത് നമ്മൾ വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലാതെ അവരുടെ ഭാഗത്ത് തെറ്റല്ല എന്നാണ് പറയുന്നത്. ഇത്രയും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടും ഒരാഴ്ചയും കൂടെ നമ്മൾ ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. SIT ചെന്നപ്പോഴത്തേക്ക് SITയുടെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ സമയത്തേ ഇത് സ്റ്റിച്ച് ഇടുകയോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അവർ SITയിലേക്ക് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അപ്പോഴേ അവർക്കത് സ്റ്റിച്ചിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് SITക്കാർ പറഞ്ഞിരുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് നമ്മളെ പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവരത് എനിക്ക് വെജൈനൽ ഫിസ്റ്റുല എന്നുള്ള രോഗമായിട്ട് അവരത് മാറ്റിയെടുത്തു. കുടൽ പുറത്ത് വെച്ചാണ് എനിക്ക് മലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ്. മെഡിക്കൽ കോളേജിൽ 2-3 വട്ടം സർജറി ചെയ്തു. 3 വട്ടത്തെ സർജറി ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ഇതാവാത്തത് ഞാൻ വേറെ പ്രൈവറ്റായിട്ട് പോയി. അവിടെ ചെന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അവിടെ ചെന്ന് ആ ട്രീറ്റ്മെൻറ്റിലാണ്. പ്രസവം എടുത്തത് ബിന്ദു സുന്ദറാണ്. നെടുമങ്ങാടത്തെ ഗൈനക്കോളജി ബിന്ദു സുന്ദർ ഡോക്ടറാണ്. അല്ല, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് തെറ്റല്ല. നമ്മൾ വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. അവർ റെഫറൻസ് തന്നതും അങ്ങനെയാണ്. യാത്ര ചെയ്തത് കൊണ്ട് സംഭവിച്ചതായിട്ട് അവർ റെഫറൻസ് വരെ എഴുതി തന്നത്. മോന് 10-15 ദിവസത്തെ അകം വരെ നമുക്ക് പാൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനുശേഷം പെങ്ങളെ വീട്ടിലും കുഞ്ഞുമ്മ എവിടേക്കാണ് മോൻ നിന്നത്. പാൽ കൊടുക്കാനും ഒന്നിനും നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളെ ജീവിതം കംപ്ലീറ്റും തൊലച്ചത് ബിന്ദു സുന്ദർ ഡോക്ടറാണ്. എന്നിട്ട് ഒരു വാക്ക് വിളിച്ച് ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഏതായാലും അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ കുടുംബം ഉയർത്തുന്നത്. ഇവർക്ക് നീതി ഉറപ്പാക്കണം.